അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒടുവിൽ പഠിച്ച ആയത്തിൽ നരകശിക്ഷക്കർഹരാവുന്നവരുടെ നിന്ദ്യമായ അവസ്ഥ വിവരിക്കുന്ന കൂട്ടത്തിൽ അവരെ സഹായിക്കാൻ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആരുമുണ്ടാവില്ലെന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ കൂടെ ദൈവങ്ങളായി പങ്കുകാരെ ചേർത്ത ബഹുദൈവ വിശ്വാസികൾക്കും അവർ പങ്കുകാരാക്കിയ ദൈവങ്ങൾക്കും വിചാരണവേളയിൽ എന്താണ് സംഭവിക്കുക എന്ന് വിവരിച്ചുകൊണ്ട് ഈ പങ്കുകാരൊന്നും അന്നേ ദിവസം ഇവർക്ക് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയുന്നവയല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇന്ന് പഠിക്കുന്ന 28, 29, 30 ആയത്തുകളിൽ. ഈ 3 ആയത്തുകളും ഒരുമിച്ച് പറയുകയാണ്. وَيَوْمَ نَحْشُرُهُمْ جَمِيعًا ثُمَّ نَقُولُ لِلَّذِينَ أَشْرَكُوا مَكَانَكُمْ أَنْتُمْ وَشُرَكَاؤُكُمْ فَزَيَّلْنَا بَيْنَهُمْ وَقَالَ شُرَكَاؤُهُمْ مَا كُنْتُمْ إِيَّانَا تَعْبُدُونَ فَكَفَى بِاللَّهِ شَهِيدًا بَيْنَنَا وَبَيْنَكُمْ إِن كُنَّا عَنْ عِبَادَتِكُمْ لَغَافِلِينَ هُنَالِكَ تَبْلُو كُلُّ نَفْسٍ مَا أَسْلَفَتْ وَرُدُّوا إِلَى اللَّهِ مَوْلَاهُمُ الْحَقِّ وَضَلَّ عَنْهُمْ مَا كَانُوا يَفْتَرُونَ. അവരെ എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. എന്നിട്ട് നാം ബഹുദൈവാരാധകരോട് ആജ്ഞാപിക്കും, നിങ്ങളും നിങ്ങളുടെ പങ്കാളികളും നിൽക്കവിടെ. പിന്നീട് അവരെ തമ്മിൽ നാം വേർതിരിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ പങ്കാളികളായി ആരാധിക്കപ്പെട്ടിരുന്നവർ പറയും, നിങ്ങൾ ഞങ്ങളെ ആരാധിച്ചിരുന്നില്ലല്ലോ, നമുക്കിടയിൽ മതിയായ സാക്ഷിയാണ് അള്ളാഹു. നിങ്ങൾ ഞങ്ങളെ ആരാധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ തന്നെ ആ ആരാധനയെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയുമായിരുന്നില്ല. അവിടെ ഓരോ മനുഷ്യനും തൻ്റെ പൂർവകർമ്മങ്ങൾ അനുഭവിച്ചറിയുന്നു. എല്ലാവരും യഥാർത്ഥ യജമാനനായ അള്ളാഹുവിലേക്ക് മടക്കപ്പെട്ടിരിക്കുന്നു. അവർ കെട്ടിച്ചമച്ച വ്യാജങ്ങളൊക്കെയും തന്നെ അവിടെ അപ്രത്യക്ഷമായിരിക്കുന്നു. വയൗമ നഹ്ശുറുഹും ജമീഅ, അവരെ എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ഹശറ എന്നാൽ ഒരുമിച്ച് കൂട്ടി, അതിൽ നിന്നാണ് നഹ്ശുറുഹും അവരെ നാം ഒരുമിച്ച് കൂട്ടുന്നു എന്ന് വന്നത്. ജമീഅൻ എല്ലാവരെയും. സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ, പിന്നെ ശിർക്ക് ചെയ്ത ബഹുദൈവാരാധകരോട് പ്രത്യേകമായിട്ട് നാം പറയും. അശ്റക എന്നാൽ അള്ളാഹുവിന്റെ കൂടെ പങ്കുകാരെ ചേർത്തു, ശിർക്ക് ചെയ്തു എന്നാണ്. വിചാരണ വേളയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ ശേഷം ബഹുദൈവാരാധകരോട് അള്ളാഹു പറയും, മക്കാനക്കും, നിങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ നിൽക്കവിടെ എന്ന് ആജ്ഞാപിക്കും എന്നാണ്. ഒരാളോട് നിൽക്കവിടെ എന്ന് പറയാൻ മക്കാനക് എന്ന് ഉപയോഗിക്കാറുണ്ട്. പോലീസ് ഭാഷയിൽ ആജ്ഞാപിച്ചുകൊണ്ട് പറയാനാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക. അൻതും ശുറക്കാഉക്കും, നിങ്ങളും നിങ്ങളുടെ പങ്കാളികളും, നിങ്ങൾ ബഹുദൈവാരാധകരും, നിങ്ങൾ അള്ളാഹുവിൽ പങ്കുകാരാക്കി ദൈവത്തിന്റെ സ്ഥാനം നൽകിയവരും ഇങ്ങോട്ട് മാറി നിൽക്ക് എന്ന് അവരോട് ആജ്ഞാപിക്കും. ഫസയ്യൽനാ ബൈനഹും, പിന്നെ അവർക്കിടയിൽ നാം വേർതിരിവുണ്ടാക്കി നിർത്തും. സയ്യല എന്നാൽ വേർതിരിച്ചു നിർത്തി. ആദ്യം ബഹുദൈവ വിശ്വാസികളോടും അവരുടെ ദൈവങ്ങളോടും അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരെ 2 കൂട്ടരായി, ബഹുദൈവ വിശ്വാസികളെ ഒരു ഭാഗത്തും ദൈവങ്ങളെ മറ്റൊരു ഭാഗത്തുമായി നിർത്തി എന്നതിനാണ് ഫസയ്യൽനാ ബൈനഹും എന്ന് പറഞ്ഞത്. വഖാല ശുറക്കാഉഹും, അപ്പോൾ അവർ പങ്കുചേർത്ത ദൈവങ്ങൾ അവരോട് പറയും, ഈ ബഹുദൈവ വിശ്വാസികളോട് അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ പറയും, മാ കുൻതും ഇയ്യാനാ തഅ്ബുദൂൻ, നിങ്ങൾ ഞങ്ങളെ ആരാധിച്ചിരുന്നില്ലല്ലോ. മാ കുൻതും, നിങ്ങളായിരുന്നില്ല, ഇയ്യാന ഞങ്ങളെ, തഅ്ബുദൂൻ ആരാധിച്ചിരുന്നവർ. നിങ്ങൾ ഞങ്ങളെ ആരാധിച്ചിരുന്നു എന്ന കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് വിഗ്രഹങ്ങളും ആൾ ദൈവങ്ങളുമടക്കം അവർ ആരാധിച്ചിരുന്ന, അവർ ദൈവങ്ങളായി കൊണ്ടു നടന്നിരുന്നവർ അവരോട് പറയുമെന്ന് പറയുന്നതിലൂടെ ഇവർ ദൈവങ്ങളായി ആരാധിച്ചിരുന്നവയ്ക്കൊന്നും ദൈവികമായ യാതൊരു കഴിവുമില്ലെന്ന് അവരെ അറിയിക്കുകയാണ്. ദൈവികമായ കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഇവർ ആരാധന നടത്തിയതൊക്കെ ആ ദൈവങ്ങൾ അറിയുമായിരുന്നു. ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ഈ ദൈവങ്ങൾ പറയുന്നതിലൂടെ ഇതൊന്നും അറിയാൻ പോലും കഴിവില്ലാത്ത ഇവരെ ആരാധിച്ചതിലൂടെ തങ്ങൾ എത്ര വലിയ വിഡ്ഢിത്തമാണ് ചെയ്തു കൂട്ടിയതെന്ന് ബഹുദൈവാരാധകർ മനസ്സിലാക്കുകയാണ് ഇവിടെ. തുടർന്ന് ഈ ദൈവങ്ങൾ വീണ്ടും പറയുന്നതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്, ഫകഫാ ബില്ലാഹി ഷഹീദൻ ബൈനനാ വ ബൈനക്കും, നമുക്കിടയിൽ മതിയായ സാക്ഷി അള്ളാഹുവാണ്. ഫകഫാ ബില്ലാ, അതിന് അള്ളാഹു മതി, ഷഹീദൻ സാക്ഷിയായിക്കൊണ്ട്, ബൈനനാ വ ബൈനക്കും, നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ,
നമുക്കിടയിൽ സാക്ഷിയായിക്കൊണ്ട് അല്ലാഹു മതി എന്നർത്ഥം. ഇൻ കുന്ന അൻ ഇബാദത്തിക്കും ലഗാഫിലീൻ, നിങ്ങളുടെ ആരാധനയെക്കുറിച്ച് ഞങ്ങൾ അജ്ഞരായിരുന്നു. ഇൻ കുന്ന, തീർച്ചയായും ഞങ്ങൾ ആയിരുന്നു, അൻ ഇബാദത്തിക്കും, നിങ്ങളുടെ ആരാധനയെക്കുറിച്ച് ലഗാഫിലീൻ, തികഞ്ഞ അജ്ഞർ. എന്ന് വെച്ചാൽ ഒട്ടും അറിഞ്ഞിട്ടില്ലാത്തവർ. നിങ്ങൾ ഞങ്ങളെ ആരാധിച്ചിരുന്നു എന്നത് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങളുടെ ആരാധനയെ ഞങ്ങൾ ഒട്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളത് ഒട്ടും അറിഞ്ഞിട്ടില്ല എന്നതിന് അള്ളാഹു തന്നെ നമുക്കിടയിൽ സാക്ഷിയായി ഉണ്ട്. അള്ളാഹുവിന്റെ സഹായികളായിട്ടാണല്ലോ നിങ്ങൾ ഞങ്ങളെ അള്ളാഹുവിനോട് പങ്കാളികളാക്കിയത്. അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നതിന് സാക്ഷിയായി അള്ളാഹു തന്നെ ഇതാ നമുക്കിടയിൽ. അതിലപ്പുറം എന്തു വേണം? ഹുനാലിക തബ്ലു കുല്ലു നഫ്സിൻ മാ അസ്ലഫത്ത്, അവിടെ ഓരോ വ്യക്തിയും താൻ ചെയ്തു കൂട്ടിയത് ശരിക്കും മനസ്സിലാക്കുന്നു. തബ്ലു എന്നാൽ പരീക്ഷിച്ചറിയുന്നു എന്നാണ് ഭാഷാർത്ഥം. അനുഭവിച്ചറിയുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുല്ലു നഫ്സിൻ, ഓരോ വ്യക്തിയും, ഓരോ മനുഷ്യനും, മാ അസ്ലഫത്ത്, ആ നഫ്സ്, ആ വ്യക്തി ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന്. അസ്ലഫ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി എന്നാണ്. കഴിഞ്ഞുപോയത് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യൻ ചെയ്തു കൂട്ടിയത്. ഈ സംഭവങ്ങളൊക്കെ വിചാരണ വേളയിൽ നടക്കുമ്പോഴാണ് തങ്ങൾ ഭൂമിയിൽ ചെയ്തു കൂട്ടിയതൊക്കെ മഹാവങ്കത്തമായിരുന്നുവെന്നും അങ്ങനെ തങ്ങൾ വലിയ നഷ്ടത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്നുമുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഈ ബഹുദൈവാരാധകരായിരുന്ന മനുഷ്യർ എത്തുന്നത്. ഭൂമിയിൽ അവർ ബഹുദൈവങ്ങളെ ആരാധിച്ചത് പരലോക വിശ്വാസമില്ലാതെയാണ്. ഇനി അഥവാ പരലോകമുണ്ടായാൽ തന്നെ ഈ ദൈവങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശകരായി കൊണ്ടുണ്ടാവുമെന്ന വിശ്വാസത്തിലായിരുന്നു അവർ. അതൊക്കെ തികച്ചും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളായിരുന്നുവെന്ന് അവർക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നത് വിചാരണ വേളയിലാണ്. വറുദ്ദു ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ്, എല്ലാവരും അവരുടെ യഥാർത്ഥ രക്ഷിതാവായ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. വറുദ്ദു, അവർ മടക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇവരും ഇവരുടെ പ്രവർത്തനങ്ങളും ഏറ്റവും ഒടുവിലായി അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്, മൗലാഹും, അവരുടെ മൗല ആയിട്ടുള്ള, അൽ ഹഖ്, ശരിയായ, അവരുടെ യഥാർത്ഥ മൗലയായിട്ടുള്ള എന്നാണ് പറയുന്നത്. മൗല എന്നാൽ രക്ഷിതാവ്, യജമാനൻ എന്നാണ്. അവർ യജമാനന്മാരായി കുറെ പേരെ ആരാധിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ യജമാനൻ അള്ളാഹു മാത്രമാണ്. വലല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ, അങ്ങനെ അവർ കെട്ടിച്ചമച്ചിരുന്നതൊക്കെ അവരിൽ നിന്ന് വഴിമാറിപ്പോയിരിക്കുന്നു. അതൊന്നും ഇപ്പോഴില്ല. വലല്ല അൻഹും, അവരിൽ നിന്ന് വഴിമാറിപ്പോയിരിക്കുന്നു, അപ്രത്യക്ഷമായിരിക്കുന്നു. മാക്കാനു യഫ്തറൂൻ, ഏതൊന്നാണോ അവർ കെട്ടിച്ചമച്ചിരുന്നത് അതൊക്കെയും. എന്ന് പറഞ്ഞാൽ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ദൈവങ്ങളൊന്നും എവിടെയും കാണാനില്ല. അവരുടെ യഥാർത്ഥ യജമാനൻ അള്ളാഹു മാത്രമാണ് എന്ന് അവർക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.